ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് സൺഡേ. അപ്പം ജലദോഷം ആട്ടാ. ഇന്ന് ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഒരു 8:30 ഒക്കെ ആയപ്പോഴാണ് എഴുന്നേറ്റത് തന്നെ. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ ഞായറാഴ്ച രാവിലെ തന്നെ എഴുന്നേക്കും കേട്ടോ. 5:30 എഴുന്നേറ്റ് പിന്നെ വീണ്ടും പോയി കിടന്ന് പിന്നെ 7 മണിക്ക് എഴുന്നേക്കും അങ്ങനെ. അപ്പോൾ ഇന്ന് അനുവേട്ടനും അമീനും മേടിക്കാൻ പോയതും അപ്പം ഞാൻ ക്ലീനോ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് കാപ്പി കുടിച്ചു. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. നല്ല ക്ഷീണം, സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും ഉറക്കം വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഫോട്ടോ എന്നെ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്ത് ഞാൻ ചൂരെന്ന് പറഞ്ഞതാ. എന്നിട്ട് അനുവേട്ടൻ പോയി നെയ്മീൻ തന്നെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ നെയ്മീൻ ഒരു വട്ടം കറി വെച്ചിട്ടും അതൊരു ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതുതന്നെ എനിക്ക് നെയ്മീൻ ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ കരഞ്ഞു, നെയ്മീനല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞൊരു വഴക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. നന്ദമോൾക്ക് ഇതൊരു പണി കൊടുത്തു കേട്ടോ. നന്ദമോളുടെ ബാഗ് നന്ദമോള് തറയിൽ കൊണ്ടിട്ടിട്ട് അതിൻ്റെ ഫ്രണ്ട് ഫുൾ അഴുക്കായി. അപ്പം ഞാൻ കരുതി, അപ്പം ലാസ്റ്റ് വീക്ക് ഇതേപോലെ പറഞ്ഞപ്പം ഇവിടെ വിൻ്റർ നല്ല തണുപ്പായത് കാരണം വെയിൽ വലുതായിട്ടില്ല. അപ്പോൾ പിന്നെ ഉണങ്ങത്തില്ല എന്ന് എഴുതി കഴിഞ്ഞ ആഴ്ച കഴിച്ചില്ല. അപ്പം എൻ്റെ ബാഗ് കൊണ്ട് പോകാനായിട്ടായിരുന്നു പ്ലാൻ. ആശാട്ടിയുടെ ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് തന്നുവിട്ടാൽ നീ വീണ്ടും കൊണ്ട് അഴുക്കാക്കി കൊണ്ടുവരും, എനിക്ക് പിന്നെ അത് കഴുകാനൊന്നും വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നന്ദമോൾക്ക് എടുത്തു കേട്ടോ ആ പണി. അപ്പോൾ അവളുടെ ബാഗിൽ കഴുകുക. അപ്പം തകർത്ത് കഴുകുക കേട്ടോ. ഇതിപ്പോൾ അരമണിക്കൂർ കൂടുതലായി കഴുകുക. ഇനിയിപ്പോൾ കുളിപ്പിച്ച് കൊച്ചില്ലാതാക്കാന്നൊക്കെ പറയത്തില്ലേ, ആ ലെവലിൽ ആക്കുന്നൊന്നും അറിഞ്ഞില്ല. അപ്പം ഞാൻ തക്കാളിയൊക്കെ കഴുകി പുറത്ത് വെച്ചു. ഇന്ന് കുറച്ച് വെയിലുണ്ട് കേട്ടോ, വെയിലത്തേക്കുമ്പോൾ നല്ല സുഖം. അപ്പോൾ വേണ്ട നെയ്മീനാണ് കേട്ടോ. ഇനി പാത്രമൊക്കെ കഴുകാനുണ്ട്. പിന്നെ ഇത് മത്തിയാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല, മുള്ളമത്തിയെന്നോ എന്താണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഫോട്ടോ ഇട്ട് കൊടുത്തപ്പം. അപ്പം അതുകൊണ്ട് പിന്നെ കുറച്ച് ഇറച്ചി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കുള്ള ജോലികളാണ് നിരന്നിരിക്കുന്നത്. ഇന്നത്തെ അരിയാട്ടണം. അപ്പം ഫസ്റ്റ് നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ആഹാരം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരിക, സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണവും നല്ല ഉറക്കവും വരുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഒരുവിധം ഒരു 12:30 ആയപ്പോഴത്തേനും എല്ലാം വെച്ചു. ഞാൻ പിന്നെ ഒരു സാമ്പിളിനായിട്ട് നെയ്മീൻ 2 പീസ് വറുത്തെടുത്തു. അപ്പോൾ വേണ്ട ഇന്ന് ഈ ബിരിയാണി നമ്മുടെ സാധാ ചോറ് വെക്കുന്ന അരിയാണ്, അത് വെച്ചിട്ട് തന്നെ ബിരിയാണിയും വെച്ചു. ഇനിയിപ്പോൾ അരിയും കൂടെ ഇടാം. അരിയും കൂടെ ഇട്ടതിന് ശേഷം ഗ്രൈൻഡറിൽ ഇട്ടതിന് ശേഷം നമുക്ക് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ മത്തിയും ഫുള്ള് വെട്ടി വെച്ചു. ഒരു 3 മത്തി എടുത്ത് മാറ്റി വെച്ചു. ബാക്കിയും കൂടെ എടുത്ത് കറി വെച്ചാൽ പിന്നെ അതിനുള്ള ഫുഡാവുമല്ലോ നാളത്തേക്ക് എന്ന് കരുതി എല്ലാം വെച്ചു. കുറച്ച് മുളക് അധികം മേടിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ അത് കഴുകി വെച്ചു. അത് വെച്ചൊരു അച്ചാറിടാമെന്നിങ്ങനെ ഞാൻ വീഡിയോ കണ്ടു. ഇനിയിപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്യണം, അത് ചീത്തയായി പോകുന്നതിന് മുന്നേ അതൊന്ന് നോക്കിയിടണം. അങ്ങനെ ഞാൻ ഗ്രൈൻഡർ ഓൺ ചെയ്യാം കേട്ടോ. ഗ്രൈൻഡർ ഓൺ ചെയ്ത് പച്ചരി ഉഴുന്നും എല്ലാം അതിലേക്ക് ഇടാമെന്ന് കരുതി. എന്തുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടാത്തതെന്ന് എനിക്കറിയത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പറഞ്ഞ രീതിയിലൂടെ വന്നു കഴിയുമ്പോഴത്തേനും നല്ല ക്ഷീണവും പിന്നെ കുക്കിങ്ങൊക്കെ ആകുമ്പോൾ പറ്റാറില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ പ്രോപ്പറായിട്ട് നമുക്ക് ഇതേ ഉള്ളൂ, കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് മോളൊക്കെ ആയിട്ട് പുറത്ത് പോവുമെങ്കിലും വല്ലപ്പോഴുമൊക്കെയാണ് പോകുന്നത്. ഇപ്പം വരുമ്പോൾ തന്നെ ഞാൻ ലേറ്റായിട്ടാണ് വരുന്നത്, പോകത്തുമില്ല. എന്നിപ്പോൾ ഈ ഇടയായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ട പ്ലേറ്റ്സൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചോറ് വിളമ്പാന്ന് എഴുതി പ്ലേറ്റ്സൊക്കെ എടുത്തിട്ടാണ്. ഞങ്ങൾക്ക് 2 പേർക്കേ ഉള്ളൂ. ആരോഗ്യം താമസിച്ച് എടുത്തോട് കഴിച്ചോളാൻ പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ നന്ദമോൾ അതിനായിട്ട് കിടന്നിടം വരെ ഫുഡ് കഴിക്കാതെ കാത്തിരിക്കും. അവളോട് എത്ര പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല. ഞാനും അങ്ങനെ കേട്ടോ. അത് കാരണം ഞങ്ങളിന്ന് അതിനായിട്ട് വിളിച്ച് പറഞ്ഞു. അപ്പം പിന്നെ ഒരു 1:20 ആയി. അപ്പം ഞാൻ ചോറ് വിളമ്പാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ച മീനും നെയ്മീൻ്റെ ഫ്രൈയും പിന്നെ ഞാൻ കുറച്ച് ഉള്ളിയും വിനാഗിരിയൊക്കെ
കുഴച്ച് റെഡിയാക്കിയായിരുന്നു. അതും പിന്നെ നമ്മുടെ ബിരിയാണി ചിക്കൻ കറി. അപ്പോൾ എനിക്ക് ബിരിയാണിയുടെ കൂടെ ഇറച്ചിക്കറി ഇടുന്നത് ഒരു ഇഷ്ടമാണ്. പക്ഷെ നന്ദമോൾക്ക് ഇഷ്ടമാണ്, അനുവേട്ടനും ഇഷ്ടമാണ്. അനുവേട്ടൻ ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കത്തില്ല. പക്ഷെ നന്ദയ്ക്ക് വേണം കേട്ടോ, നന്ദ കഴിക്കും. ഞാൻ നന്ദമോളെ കൊടുത്ത് ഫോൺ എടുത്തിട്ട് ഞാൻ ഒന്ന് എടുത്തുകാന്ന് പറഞ്ഞ് അങ്ങനെ വീഡിയോ എടുത്തു. അങ്ങനെ വേണ്ട വൈകിട്ട് ചോറ് വിളമ്പേട്ടാ. പിന്നെന്താ, നമ്മുടെ കൂടെ നിന്നിട്ടൊക്കെ നമ്മൾ ചതിക്കുന്ന കുറേ മനുഷ്യരുണ്ടാവില്ലേ നമ്മുടെ കൂടെ. നമ്മളെ എന്തുവാ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ വേണ്ട അല്ലേ, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നവരെയാണ് നമ്മൾ പേടിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവും. നമ്മുടെ കൂടെ നിന്ന് ചതിക്ക് പുറമേ ഒരു കാര്യം കാട്ടിയിട്ട് ഉള്ളിൽ വേറെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യരില്ലേ, അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. 2025 തീരാൻ ഈ വർഷം ഒരു സ്പെഷ്യൽ ഇയർ ആയിരുന്നു എനിക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാകുമെന്ന് അറിയത്തില്ല. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വർഷമാണ്. തിന്ന് നോക്കൂ ചേ, തിന്ന് കുറേ കരഞ്ഞു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായി. അപ്പോൾ അതേ നന്ദമോൾക്ക് ഞാൻ കൊടുത്ത മീനോളം എനിക്ക് തിരിച്ചു വെച്ചിട്ടു. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. സാധാരണഗതിയിൽ അവർ കഴിക്കുന്ന ബിരിയാണിയുടെ കൂടെ മീൻ വേണ്ടാന്ന് പറഞ്ഞ് വെച്ചിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഡോർ അടച്ചിട്ട് പോകാൻ മേടിച്ചു. അടച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആയിങ്ങോട്ട് എടുത്തിരുന്നില്ല. അപ്പം ഞാൻ ഇഞ്ചിയൊക്കെ കഴുകി ഉണക്കാൻ വെച്ചിരിക്കുക കേട്ടോ. ഡോർ അടച്ചു. അപ്പം നമ്മൾ ചോറ് എടുത്തുകൊണ്ട് നേരെ ബെഡ്റൂമിലോട്ട് പോവാം. അവിടെ പോയിരുന്ന് രണ്ടുപേർക്കും കൂടെ സമാധാനമായിട്ട് കഴിക്കാം. അപ്പം നാട്ടിലൊരു ബിരിയാണിയുടെ ലുക്കൊക്കെ ഉണ്ട്. ടേസ്റ്റ് എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്കൊന്നും ടേസ്റ്റ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നന്ദമോളെ എന്തെങ്കിലും സിനിമ ഇടുന്നു പറഞ്ഞപ്പോൾ അവൾ എന്തൊക്കെയോ ഇരുന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നാട്ടിലെ ബിരിയാണിയുടെ ഒരു ലുക്കുണ്ട്. എനിക്ക് വാഴയിലയിലൊക്കെ തിന്നാൻ തോന്നുന്നു സത്യത്തിൽ. പക്ഷേ നമ്മുടെ ബിരിയാണി അരിയല്ല കേട്ടോ ഇത്, നമ്മുടെ ഇവിടുത്തെ ചോറ് വെക്കുന്ന അരി തന്നെ. അപ്പം കുഴപ്പമില്ല. അപ്പം ബിരിയാണി അരിയുടെ ഒരു ടേസ്റ്റ് ഇല്ല, മീൻസ് നമ്മുടെ ബിരിയാണി അരിക്ക് വേറെ മണമല്ലേ, അപ്പോൾ അതില്ല. ബാക്കിയെല്ലാം ഓക്കെ, വലിയ കുഴപ്പമില്ലാത്ത ബിരിയാണി കേട്ടോ. അപ്പം ഞാൻ നന്ദമോളോട് ഇരുന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ ഇന്നൊന്നും പറയണ്ട, ഞാൻ ചോറ് കഴിച്ചിട്ട് മീൻകറി വെക്കാനായിട്ട് ഇരുന്നു കേട്ടോ. വയനാട്ടില്ലാത്ത കാരണം എന്തെങ്കിലും പണി ചെയ്യാമെന്ന് കരുതിയിരുന്നതാണ് ഞാൻ. പക്ഷെ എനിക്കൊരു പണി കിട്ടി. ഞാൻ അന്തസ്സായിട്ട് വെറുതെ കിടന്ന് TV കണ്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഞാൻ എഴുന്നേൽക്കുന്നത് വൈകുന്നേരം 5:30. അപ്പോൾ നമ്മുടെ ബോഡി അത്രത്തോളം വീക്കായത് കൊണ്ടായിരിക്കാം. പിന്നെ ടാബ്ലറ്റ് ഞാൻ എന്നിട്ട് ഉച്ചയ്ക്ക് കഴിച്ചില്ല. ആൻറ്റിബയോട്ടിക് അത് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നല്ലോ എന്ന് കരുതി ഞാൻ കഴിച്ചില്ല. അപ്പം ഇന്നെന്തോ ഭയങ്കരമായിട്ട് അങ്ങ് ഉറങ്ങുക. അപ്പം ഞാൻ നോർമലി ഡേ ടൈം ഞാൻ ഉറങ്ങാറില്ല, എന്തെങ്കിലും പണികൾ ചെയ്തുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ അനുവേട്ടനും കൂടി ഇല്ലാത്ത സമയമാണെങ്കിൽ ഞാൻ ഫുള്ള് മോപ്പിങ് കാര്യങ്ങളൊക്കെ ഞാൻ വൈകുന്നേരം തല കുളിച്ചതുമില്ല കേട്ടോ. അപ്പം ഒന്ന് പുറത്തോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അങ്ങനെ ഞാനും നന്ദമോളും കൂടെ റെഡിയായി നിൽക്കുക കേട്ടോ. അനുവേട്ടൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇനിയും കോട്ടിടാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ലതായിട്ട് എനിക്ക് പണി കിട്ടും, നല്ല രീതിയിൽ പനി കൂടുമെന്നുള്ളത് കൊണ്ട് ഞാൻ കോട്ട് അനുവേട്ടനെടുത്തായിരുന്നു. അപ്പോൾ അത് ഞാൻ സെർച്ച് ചെയ്യാം കേട്ടോ. അപ്പം കോട്ട് കിട്ടി. അപ്പോൾ ഇനി ഇതിട്ടിട്ട് പോകണം. നല്ല തണുപ്പാട്ടോ പുറത്ത്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തുകൊണ്ടാണ് വീഡിയോസ് ഇഷ്ടമാവാത്തതെന്നുള്ളതൊന്നും മെസ്സേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ ഞാൻ കോട്ടൊക്കെ ഇടുക കേട്ടോ. നന്ദമോള് പിന്നെ ഇവിടുത്തെ ആയിട്ട് സെറ്റായി. പക്ഷേ ഈ വട്ടം ഭയങ്കര തണുപ്പാട്ടോ. കഴിഞ്ഞ വട്ടത്തിനെക്കാട്ടിലും കഴിഞ്ഞ വട്ടം നമ്മൾ സ്വെറ്ററൊന്നും അങ്ങനെ യൂസ് ചെയ്തതേ ഇല്ല. പക്ഷേ ഈ വട്ടം ഒട്ടും പറ്റാത്ത അവസ്ഥയിലുള്ള തണുപ്പാട്ടോ. ഞങ്ങളുടെ സ്കൂളാണെങ്കിൽ ഭയങ്കര എന്താ കാട്ടിനകത്ത് നിൽക്കുന്ന കണക്കത്തെ ഒരു സ്ഥലത്താട്ടോ. അപ്പം അവിടെ നിന്നാണ് എനിക്ക് തൊണ്ടവേദന ആയത്. അപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേപോലെ കാലൊക്കെ മരവിച്ചിട്ടൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് വേണേൽ പറയാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്